കുട്ടി ഒരു പൈശാചികമായ ശക്തിയാണ്. കുട്ടിയെ കൊന്നു കളഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ സമാധാനം കിട്ടും. ഇതാണ് പോസ്റ്റ്മോർട്ടം സൈക്കോസിസ്. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ബയോളജിക്കലാണ്. അമ്മ കുഞ്ഞിനെ തല കൊല്ലുന്നു, അമ്മ കുഞ്ഞിനെ കിണറ്റിലെറിയുന്നു. മഹാന്മാരൊക്കെ പറയുന്നുണ്ട് പ്രസവിച്ചു കഴിഞ്ഞ ഉടനെ നെല്ലൂത്താൻ പോകുന്നൊക്കെ. ആത്മഹത്യാ പ്രവണതയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആയുർവേദ ചികിത്സ എത്രത്തോളം ഫലപ്രദമാണ്? ഇൻഫെർട്ടിലിറ്റി വഴി ഡെലിവറി ആയിട്ടുള്ളവർ, അല്ലെങ്കിൽ സിസേറിയൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസ്ട്രുമെൻ്റൽ ഡെലിവറി, ഫോർസെപ്സോ വാക്യൂമോ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇതിനൊക്കെ വല്ല കൂടിയ റിസ്ക് ഉണ്ടോ ഈ PPD അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വരുന്നതിന്? എപ്പോഴും മാനസിക രോഗങ്ങളുടെ ഒരു പ്രത്യേകത, നമുക്കൊരു ഫാമിലി ഹിസ്റ്ററി ഉണ്ടെന്നുണ്ടെങ്കിൽ, ജനിതകപരമായ ഘടകങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10% മാനസിക രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. സാധ്യത മാത്രമേ ഉള്ളൂ. അതിനോടൊപ്പം നമ്മുടെ സാമൂഹികം, കുടുംബ പശ്ചാത്തലം, പിന്നെ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു പേഴ്സണൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യങ്ങളും കൂടെ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് കൂടുതലായി മാനസിക രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സുകൾ. ഇപ്പോൾ പലപ്പോഴും കുട്ടികളില്ലാതെ നമ്മളൊരു ട്രീറ്റ്മെൻറ്റുകളിലൂടെ കുട്ടി ഉണ്ടാകുന്ന ആ ഒരു പ്രോസസ്സ് നമുക്ക് വളരെ സ്ട്രെസ്ഫുള്ളാണ്. ആ ഒരു അവസ്ഥയിലൂടെ കടന്നു വരുന്നവർക്ക് സ്വാഭാവികമായിട്ടും പോസ്റ്റ്മോർട്ടം ഡിപ്രഷനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ സാമൂഹികമായുള്ള പശ്ചാത്തലങ്ങളും നമ്മുടെ കുടുംബ അന്തരീക്ഷവും വളരെ ഹെൽപ്ഫുള്ളായിട്ടൊരു പങ്കാളിയുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഇല്ലാതെ തന്നെ നമുക്ക് നല്ലൊരു പ്രസവാനന്തരമായിട്ടുള്ളൊരു ജീവിതാവസ്ഥയിലേക്ക് കടന്നു വരാനും സാധിക്കും. പിന്നെ സിസേറിയൻ സെക്ഷൻ, ഇലക്റ്റീവ് സിസേറിയൻ സെക്ഷനാണ് അതിനകത്ത് പറയാനുള്ളത്. നമുക്ക് ആ ട്രോമ സഹിക്കാൻ പറ്റില്ല. കാരണം നോർമൽ ഡെലിവറി വരും എന്ന് പറഞ്ഞിട്ട് രാവിലെ തൊട്ട് അല്ലെങ്കിൽ എത്ര നേരവും നമ്മൾ ആ ലേബർ പെയിൻ സഹിച്ചിട്ട് പെട്ടെന്നായിരിക്കും നമുക്ക് സിസേറിയൻ, നോർമൽ നടക്കൂല, സിസേറിയൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും പെയിൻ്റെ ഒരു ട്രോമ, അത്രയും നേരം സഹിച്ചതിൻ്റെ, ഇത് പ്രതീക്ഷിക്കാതിരുന്നിട്ടുള്ള ട്രോമ, അതും ഒരു ഫാക്ടറാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ, അല്ലേ? അതെ, പലപ്പോഴും നമ്മൾ മനസ്സിനെ പ്രിപ്പയർ ചെയ്ത് പോകുന്ന കാര്യങ്ങളും പെട്ടെന്ന് കിട്ടുന്ന അനുഭവങ്ങളും തമ്മിലൊരു വ്യത്യാസമാണ്. നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട് ഭയങ്കര ബോൾഡായിട്ടുള്ള, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്ത്രീകളെ പറ്റിയിട്ട്. അങ്ങനെയുള്ള സ്ത്രീകൾക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വരില്ല എന്നൊരു ചിന്തയുണ്ട്. അപ്പം നമ്മുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ഒരു മനോധൈര്യം എന്നുള്ളതും പോസ്റ്റ്മോർട്ടം ഡിപ്രഷനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അതായത് ചില മഹാന്മാരൊക്കെ പറയുന്നുണ്ട് പ്രസവിച്ചു കഴിഞ്ഞ ഉടനെ നെല്ലൂത്താൻ പോകുന്നൊക്കെ. അപ്പോൾ അതിനെന്തെങ്കിലും കാര്യമുണ്ടോ? പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അഥവാ പ്രസവാനന്തര വിഷാദം അത് ശരിക്കും അതൊരു അസുഖമാണ്, അതൊരു മെഡിക്കൽ കണ്ടീഷനാണ്. മെഡിക്കൽ കണ്ടീഷൻ മനസ്സിൻ്റെ ആരോഗ്യം, ശാരീരിക ആരോഗ്യം എല്ലാം ബന്ധപ്പെട്ടിരുന്നാൽ പോലും ഹോർമോണൽ വ്യത്യാസങ്ങളും തലച്ചോറിലെ രാസവസ്തുക്കളുടെ വ്യത്യാസങ്ങളിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഏതൊരു വ്യക്തിയിലും അസുഖം ഉണ്ടാക്കാം. അതുകൊണ്ട് തന്നെ മനസ്സിൻ്റെ ബലം നമ്മളെ സുഖപ്പെടുത്താൻ കുറച്ചും കൂടെ സഹായിക്കും. പക്ഷെ അസുഖം വരിക എന്നുള്ളത് അത് ആർക്ക് വേണമെങ്കിലും വരാവുന്നതാണ്. അതിനെ നമ്മൾ തരണം ചെയ്യുന്നതാണ് നമ്മുടെ മാനസിക ബലവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ബയോളജിക്കലാണ്. അതാണ് ആദ്യം നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്, അല്ലേ? അതിപ്പം ഒരാളുടെ പേഴ്സണാലിറ്റി വെച്ചിട്ടോ ട്രെയ്റ്റ് വെച്ചിട്ടോ ഒന്നും പറയാൻ പറ്റില്ല. സാഹചര്യങ്ങളും അതിനെ ബാധിക്കും. യൂഷ്വലി പറയുന്നത് എല്ലാ ഗേൾസ് അല്ലെങ്കിൽ എല്ലാ വിമൺ വിൽ ഹാവ് ഓട്ടോമാറ്റിക്കലി ഒരു മെറ്റേണൽ ഇൻസ്റ്റിങ്ക്റ്റ് വരും എന്നാണ്. ചിലർക്കത് വരാറില്ല. അപ്പം കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ട് കുഞ്ഞിനെ നോക്കുമ്പോഴത്തേക്ക് അത് വരാത്തതിൽ അവർക്കൊരു ഗിൽട്ട് ഫീലിംഗ് വരാറുണ്ട്. അപ്പോൾ അത് നോർമലാണോ? അപ്പോൾ ചിലവർക്ക് വരുന്നുണ്ട്, പക്ഷെ ചിലർക്ക് അത് വരുന്നില്ല. ചിലപ്പോൾ കുറച്ച് മാസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ വരുന്നത്. അപ്പോൾ അത് നോർമലാണോ? നമുക്ക് കുഞ്ഞ് ജനിച്ച ഉടനെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശരീരത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് പലപ്പോഴും അമ്മമാർക്ക് ആ ഒരു മാതൃത്വം ഒന്നും പെട്ടെന്ന് അനുഭവിച്ച് വരണം എന്നില്ല. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ പോലെ തന്നെ നമ്മൾ ഇത്രയും പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കണ്ടീഷനാണ് പോസ്റ്റ്മോർട്ടം സൈക്കോസിസ്. ആ ഒരു കണ്ടീഷനിൽ അതിൻ്റെ ഒരു ആദ്യത്തെ ലക്ഷണമെന്ന് പറയുന്നത് അമ്മയ്ക്ക് കുഞ്ഞിനോടൊരു സ്നേഹം തോന്നുന്നില്ല എന്നുള്ളതാണ്. അത് പ്രസവത്തിനൊരു 6 ദിവസത്തിനുള്ളിൽ തന്നെ ഈ ലക്ഷണങ്ങളൊക്കെ പലപ്പോഴും കണ്ടു തുടങ്ങും. സൈക്കോസിസിൻ്റെ ലക്ഷണങ്ങൾ ചിലരിൽ എണ്ണപ്പെട്ട ചിലർ ചിലപ്പോൾ ഒരു 42 ദിവസമൊക്കെ എടുത്തെന്ന് വരാം കാണാൻ വേണ്ടി. പക്ഷേ ഇതിൻ്റെ ഒരു ആദ്യത്തെ ലക്ഷണം കുഞ്ഞിനോടൊരു സ്നേഹം തോന്നുന്നില്ല. കുഞ്ഞ് കരയുമ്പോഴത്തേക്കും അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു. കുഞ്ഞിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ അമ്മയ്ക്ക് എങ്ങനെയെങ്കിലും ഇറിറ്റേഷൻ ആവുന്ന ആ കരച്ചിൽ എങ്ങനെയെങ്കിലും ഒന്ന് നിർത്തണം എന്നുള്ളൊരു അവസ്ഥയാണ് പെട്ടെന്ന് തോന്നുക. അമ്മയ്ക്ക് അമ്മയുടെ ഇമോഷൻസിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അവിടെ ഏറ്റവും പ്രധാനമായി വരുന്ന മറ്റു 2 വലിയ പ്രശ്നങ്ങൾ, ഒന്ന് ഡെല്യൂഷനാണ്, മിഥ്യ ആയിട്ടുള്ള ചിന്തകൾ വരുന്നു.
പ്രത്യക്ഷത്തിൽ നമുക്കത് കേൾക്കുമ്പോൾ എല്ലാം അസംബന്ധം എന്ന് തന്നെ നമുക്ക് തോന്നുന്ന ചില മിഥ്യാധാരണകൾ വരുന്നു, അനുഭവങ്ങൾ, മിഥ്യാനുഭവങ്ങൾ, ഹാലൂസിനേഷൻസ്, ഓഡിറ്ററി ഹാലൂസിനേഷൻസ് അവർക്ക് വളരെ ശക്തമായി വരുന്നു. നമ്മൾ ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എങ്ങനെയൊക്കെ ആയിരിക്കും? പലപ്പോഴും ഓഡിറ്ററി ഹാലൂസിനേഷൻ അവർക്ക് തോന്നുന്നത് ഈ കുട്ടി ഒരു പൈശാചികമായ ശക്തിയാണ്, ഇത് നിങ്ങളുടെ ജീവിതം ബുദ്ധിമുട്ടുണ്ടാക്കും, അപ്പം നിങ്ങൾ ആ കുട്ടിയെ കൊന്നു കളഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ സമാധാനം കിട്ടും. ഇത്തരത്തിലുള്ള ഓഡിറ്ററി ഹാലൂസിനേഷൻസ് ഉണ്ടാവുകയും അതെ അത് വളരെ തെറ്റായ ധാരണകളാണെന്ന് അവർക്കത് മനസ്സിലാകാതിരിക്കുകയും ആ പറയുന്നതിനെ അനുസരിക്കാനുള്ള ഒരു ടെൻഡൻസിയിലേക്ക് വരികയും ചെയ്യുമ്പോഴാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ കുറേ തവണയായിട്ട് കേൾക്കുന്നുണ്ട്, അമ്മ കുഞ്ഞിനെ കൊല്ലുന്നു, അമ്മ കുഞ്ഞിനെ കിണറ്റിലെറിയുന്നു. ഒരിക്കലും നമുക്ക് അമ്മ ഒരു കുഞ്ഞിനെ അങ്ങനെ ചെയ്യുമോ എന്ന് തോന്നാം. പക്ഷേ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സ്ത്രീകൾ അങ്ങനെ ചെയ്യുന്ന നമ്മൾ പല ന്യൂസിലും ഈ ഇടയ്ക്കും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതാണ് പോസ്റ്റ്പാർട്ടം സൈക്കോസിസ്. അപ്പോൾ ഇതിൻ്റെ ഒരു ആദ്യത്തെ ലക്ഷണം കുഞ്ഞിനോടൊരു സ്നേഹമില്ലായ്മ തോന്നുന്ന ഒരു ലക്ഷണമാണ്. അപ്പം നമ്മൾ കൃത്യമായും തന്നെ ഈ അവസ്ഥ കാണുമ്പോൾ കൃത്യമായിട്ട് തന്നെ ഡോക്ടറിനെ കാണുകയും കണ്ടീഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കി ചികിത്സ വേണ്ടതാണെങ്കിൽ കൃത്യമായി ചികിത്സ എടുക്കുക തന്നെ വേണം. ഇവരെന്തെങ്കിലും ലക്ഷണങ്ങൾ കാണിക്കുമോ? അതായത് കൂടെയുള്ളവർക്ക് മനസ്സിലായാലല്ലേ ഡോക്ടറെ കാണിക്കാൻ പറ്റത്തുള്ളൂ. അതെ, അവര് പ്രത്യക്ഷത്തിൽ തന്നെ കുഞ്ഞിനെ പാല് കൊടുക്കാൻ വിസമ്മതിക്കും. കുഞ്ഞിനോടൊരു നമ്മൾ ആ ഒരു നോട്ടത്തിൽ പോലും കുഞ്ഞിനോടൊരു സ്നേഹഭാവം ഉണ്ടാവില്ല. കുഞ്ഞ് കരയാണെങ്കിൽ ചെന്ന് എടുക്കാൻ പോലും അവർക്ക് തോന്നില്ല. കുഞ്ഞിനെ എപ്പോഴും മാറ്റി നിർത്താൻ തോന്നും. അമ്മ സ്വന്തമായിട്ട് തന്നെ അമ്മയുടെ നോർമലി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഉറങ്ങാൻ പറ്റില്ല, രാത്രി മുഴുവനായിട്ടും അവർക്ക് ഉറക്കം നഷ്ടപ്പെടും. ഉറങ്ങി രാവിലെ വന്ന് എണീറ്റ് കഴിഞ്ഞാൽ ഭയം, നമുക്ക് പ്രത്യക്ഷത്തിൽ മനസ്സിലാവുന്ന ഒരു ലക്ഷണമായിരിക്കും ഭയം. അവർക്ക് എല്ലാത്തിനോടും ഒരു ഭയമായിരിക്കും. എല്ലാവരും ഉപദ്രവിക്കാൻ വരുന്ന ഒരു തോന്നലുണ്ടാവും. എത്ര ചുറ്റും ആളുകളുണ്ട് നമുക്ക് കാഴ്ചയിൽ തന്നെ മനസ്സിലാവും. നമ്മളൊരു സൈക്കാട്രി എക്സാമിനേഷൻ, ഒരു മെന്റൽ സ്റ്റാറ്റസ് ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, കംപ്ലീറ്റ് ഡിനയല, അത് എൻ്റെ കുട്ടിയല്ല അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. സ്റ്റാർട്ടർ ഓൺ മെഡിക്കേഷൻ ഇമ്മീഡിയറ്റ്ലി. അത് ഇങ്ങനെയുള്ള കണ്ടീഷനിൽ പോസ്റ്റ്പാർട്ടം സൈക്കോസിസിൽ സംഭവിക്കുന്നത് അതെന്തായി? അത് നമ്മൾ സൈക്കാട്രി ഇവാലുവേഷന് വിട്ടിട്ട് ഇംപ്രൂവ്മെന്റ് ഉണ്ടോ? പിന്നെ ഓക്കെ ആയിട്ടുണ്ട്. നമ്മൾ അവിടെ ശരിക്കും തലച്ചോറിലെ ഡോപ്പമിൻ്റെ അളവ് വളരെയധികം കൂടുന്നു എന്നുള്ളതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷനിൽ എമർജൻസി മാനേജ്മെൻ്റ് ആയിട്ട് തന്നെ നമ്മൾ ആ ഒരു കണ്ടീഷനെ IP മാനേജ്മെൻറ്റ് വഴി തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവരെ പൂർണ്ണമായിട്ട് തന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷെ അവിടെ നമുക്ക് വരുന്ന ഒരു ബുദ്ധിമുട്ട് അങ്ങനെ ഒരു ഫാമിലിയും കൂടെ കിട്ടണം. നമ്മുടെ അവസ്ഥ മനസ്സിലാക്കുകയും ചികിത്സയാണ് വേണ്ടതെന്ന് മനസ്സിലാക്കി കൂടെ നിന്ന് അത് ആ ഒരു പാർട്ട്ണറും ആ ഫാമിലിയും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് 100% ആ ഒരു അവസ്ഥയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മുടെ ആയുർവേദത്തിൻ്റെ ഒരു ഭയങ്കര എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു മേഖലയാണ് പോസ്റ്റ്നേറ്റൽ കെയർ എന്ന് പറയുന്നത്, പ്രസവാനന്തര ശുശ്രൂഷ. അപ്പോൾ ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഉള്ള ഒരു പേഷ്യൻറ്റിന് ആയുർവേദ ചികിത്സ എത്രത്തോളം ഫലപ്രദമാണ്? അത് ബ്രസ്റ്റ് ഫീഡിങ് ആണെങ്കിൽ പോലും നമ്മളുടെ മെഡിസിൻസ് ഒക്കെ കൊടുക്കുമ്പോൾ കുഞ്ഞിന് അതിന് കൊടുക്കാൻ പറ്റുമോ? അങ്ങനെയുള്ളൊരു ഏതൊരു ചികിത്സയാണെങ്കിലും ഏതൊരു സിസ്റ്റത്തിൻ്റെ ചികിത്സയാണെങ്കിൽ പോലും നമ്മൾക്ക് ആദ്യം ആ വ്യക്തി, ആ ഒരു പേഷ്യൻറ്റും അവരുടെ ചുറ്റുപാടും അവരുടെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടും ഏത് ചികിത്സയ്ക്കാണ് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ആദ്യം കണ്ടെത്തുക എന്നുള്ളതാണ് അത്യാവശ്യമായിട്ടുള്ളത്. അതായത് ആയുർവേദം വേണോ മോഡേൺ വേണോ എന്നുള്ളത് അതെ, നമുക്ക് അതിലൂടെയാണ് നമുക്ക് ആദ്യം നമുക്ക് അതിനെ പറ്റിയിട്ടൊന്ന് വിശദമായിട്ട്, കാരണം ചില ആയുർവേദ മരുന്നുകൾ കുറച്ചധികം ടാബ്ലറ്റ് പോലെ ആയിരിക്കില്ല, അതിൻ്റെ കഴിക്കുന്ന വിധങ്ങൾ വേറെ ആയിരിക്കും. ഒരു പക്ഷേ പ്രസവിച്ച് കിടക്കുന്ന അമ്മയ്ക്ക് അത് പ്രിപ്പയർ ചെയ്ത് കഴിക്കാൻ പറ്റണം എന്നില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ മാത്രമേ നമ്മൾ അത്തരത്തിലൊരു ചികിത്സയിലേക്ക് പോകാമുള്ളൂ. അതിൽ തന്നെ ഏതൊരു അസുഖത്തിനെയും നമ്മൾ മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്നൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിൽ എമർജൻസി മാനേജ്മെൻറ്റിൽ വേണ്ടതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സിസ്റ്റം തന്നെ സെലക്ട് ചെയ്യണം എപ്പോഴും. ഇപ്പോൾ ഒരു ആത്മഹത്യാ പ്രവണതയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്കതിനെ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാനുള്ള മരുന്നുകളായിരിക്കും നന്നാവുക. അല്ലാത്ത ഘട്ടത്തിൽ അതുപോലെ തന്നെ അവരുടെ ഫാമിലിയും അത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ആയുർവേദത്തിൽ ഒരുപാട് ചികിത്സകൾ പ്രസവാനന്തര വിഷാദത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ സാധിക്കും. പലപ്പോഴും കിടത്തി ചികിത്സ ആവശ്യമുണ്ടാകും, ചിലപ്പോൾ അഡ്മിഷന് വേണ്ടി വരും. ചിലത് നമുക്ക് അകത്തേക്ക് പല തരത്തിലാണ് മരുന്നുകൾ, ഗുളികയുടെ പരുവത്തിൽ മാത്രമായിരിക്കില്ല, അരിഷ്ട പരുവത്തിലുണ്ടാകും, കഷായ അവസ്ഥയിലുള്ളതുണ്ട്, പൊടികളുടെ ചൂർണ ഫോമിലുള്ളതുണ്ട്. അതുകൂടാതെ ശരീരത്തിൽ പുറത്തൂടെ ചെയ്യുന്ന അഭ്യംഗം പോലെയുള്ള, നമ്മുടെ ടെർമിനോളജീസ് അങ്ങനെയാണ്, അഭ്യംഗം, തലയിലൂടെ ചെയ്യുന്ന ശിരോധാര പോലെ, തക്രധാര പോലെ, മൂക്കിൽ മരുന്നൊഴിക്കുന്ന നസ്യം പോലത്തെ ചികിത്സകൾ. ഇതൊരു കോമ്പിനേഷനാണ്. അത് ഓരോ ഇൻഡിവിജ്വലിനും ഓരോ രീതിയിലാണ്, അവരുടെ ശാരീരിക, മാനസിക, സാമൂഹ്യ ആരോഗ്യത്തിന്. ചെയ്യാറുണ്ടോ അങ്ങനത്തെ പേഷ്യൻസ്?
അവിടെയാണ് നമുക്കൊരു മൈൽഡ് മോഡറേറ്റ് കണ്ടീഷൻ ആണെങ്കിൽ വളരെ കോപ്പറേറ്റീവ് ആയിരിക്കും, നമുക്ക് കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. സിവിയർ കണ്ടീഷൻസ് നമുക്ക് എമർജൻസി മാനേജ്മെൻറ്റിന് ശേഷം നമുക്ക് ശേഷം അവരെ മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും.